എന്താ സുരേഷ്, നീ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് രമേശ് പറഞ്ഞല്ലോ. അവനെ എന്തിനാ നോക്കുന്നേ? അവൻ പറഞ്ഞത് ശരിയല്ലേ? പറടാ, നീ ജോലി ഇല്ലാത്തോണ്ട് വിഷമിക്കുകയല്ലേ? ആ കാര്യം നീ പറ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വചനം കർത്താവ് നമുക്കായി ബൈബിളിൽ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ അവന്റെ അടുക്കൽ പോയി എനിക്ക് എന്താണോ ആവശ്യം അത് ഞാൻ ചോദിക്കുമ്പോ അത് തീർച്ചയായും തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. നിങ്ങൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവ് അനുഗ്രഹം കൽപ്പിച്ചരുളും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നല്ല വീട് പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഈ വർഷം മുഴുവനും ദേവാധിദേവൻ നിങ്ങൾക്ക് സകല അനുഗ്രഹങ്ങളും നന്മകളും ശരീരാരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ജ്യോതി ചേച്ചി നാടകം. ചേച്ചി, എടാ, എന്താ നിനക്ക് പറ്റിയത്? നീ വല്ലാത്ത ടെൻഷനാണെന്ന് തോന്നുന്നല്ലോ. എന്തു പറയാനാ, ജീവിതം തന്നെ മടുത്തിരിക്കുക. എടാ, നീ എന്താ ഈ പറയുന്നേ? പുതിയൊരു വർഷം തുടങ്ങിയിരിക്കുക. നീ ആണെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയതിനെ പോലെ സംസാരിക്കുന്നേ. പുതുവർഷം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ജീവിതത്തിനൊരു മാറ്റമില്ലല്ലോ. എന്തെങ്കിലും പുതുതായിട്ട് നടന്നാൽ പുതുവർഷം ആഘോഷിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. പുതിയ വർഷം പിറക്കുക, വയസ്സും കൂടുന്നു. പക്ഷെ ജോലി മാത്രം ഇനിയും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയൊന്ന് സന്തോഷമായിട്ടിരിക്കുന്നേ? നീ വിഷമിക്കാതെ, ഉറപ്പായിട്ട് നിനക്ക് ജോലി കിട്ടൂടാ. അത് മാത്രമാണോ, നിന്റെ ഉള്ളിലുള്ള കഴിവിന് എങ്ങനെയാടാ ഒരു ജോലി കിട്ടാതിരിക്കുന്നേ? കഴിവിനൊക്കെ ഇപ്പൊ ആരാടാ എന്തെങ്കിലും വില കൽപ്പിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു വില ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴേ ജോലി കിട്ടിയാലേ. നീ നിന്റെ മൈൻഡ് കൊണ്ട് ഫ്രീ ആയിട്ട് വിടേ, എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. നന്നായിട്ടോ? എനിക്കോ? നീ ഒന്ന് സമാധാനപ്പെടേ. ആദ്യം ഈ സ്ഥലത്ത് നിന്ന് പോവാം, വാ. നീ എന്തായാലും ചെല്ലേ, ഞാൻ കുറച്ചേരം കൂടെ ഇവിടെ ഇരിക്കട്ടെ. ഒന്നും പറയണ്ട, നീ വന്നാ മതി. വാടാ. ഈ വർഷത്തെ ന്യൂ ഇയർ സർവീസ് വളരെ നന്നായിരുന്നു അല്ലേ? അതെ അമ്മേ, ഒറ്റ വർഷം ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ല. ഇത്തവണ ആളുകൾ കൂടുതലായിരുന്നല്ലേ? ആൾക്കൂട്ടം മാത്രമല്ല, കർത്താവിന്റെ സാന്നിധ്യവും അതിര് കടന്നതായിരുന്നു. കർത്താവിന്റെ ആ വാക്കുകള് നമുക്കൊരു പുനർജീവൻ തന്നു അല്ലേ? അതെ അമ്മേ, യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടുമെന്ന വചനവും അതിന് പാസ്റ്റർ തന്ന വിശദീകരണവും വളരെ നന്നായിരുന്നു അല്ലേ? നന്നായിരുന്നു എന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോഴേ വചനം നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ.
എന്താ മോനെ നോക്കുന്നേ? ഓരോ തവണയും കർത്താവ് നമുക്ക് വചനം തരുന്നുണ്ട്. അത് നമ്മൾ കേട്ടിട്ട് അതേപടി വിട്ടുകളയുന്നു. എന്നാൽ അത് പ്രാവർത്തികമാക്കിയാലല്ലേ ആ വചനത്തിന്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വചനം കേട്ട് അതനുസരിച്ച് പെരുമാറാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാത്തത്. എന്നിട്ട് കർത്താവ് എനിക്ക് വാക്ക് തന്നു, വചനമൊക്കെ തന്നു, എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്ന് കുറ്റം പറയരുതല്ലോ. അതെ അമ്മേ. നമ്മൾ അങ്ങനെ ആയിരിക്കരുത് മോനെ. നിനക്ക് എന്ത് വേണമെങ്കിലും അത് കർത്താവിനോട് വിശ്വാസത്തോടു കൂടി ചോദിക്കാൻ ശീലിക്കണം. കേട്ടോ? ശരി അമ്മേ. വളരെ നന്ദി സാറേ. എന്തിനാ നന്ദിയൊക്കെ? രമേഷിനൊരു ജോലി മേടിച്ചു കൊടുത്തില്ലേ? അത് നടന്ന് കുറെ നാളായില്ലേ? അതുകൊണ്ടല്ല, സാറിനെ ഒന്ന് നേരി കണ്ട് പറയണോന്ന് വിചാരിച്ചതാ. അതിന് അവസരം കിട്ടിയില്ല. ഇന്നാണ് അതിന് അവസരം കിട്ടിയത്. ഇതിനൊക്കെ എന്തിനാ നന്ദി പറയുന്നേ? എങ്കിലും ശരി, അത് വിട്ടേക്ക്. ഇപ്പോ മര്യാദക്കുണ്ടല്ലോ അല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി അവനൊരു പെണ്ണിനെയും കൂടെ കണ്ടുപിടിച്ചാ വളരെ നന്നായിരിക്കും. അവന് പെണ്ണിനെ ഞാൻ തന്നെ കാണണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, പക്ഷേ വേറെ വഴി അറിയാഞ്ഞിട്ടാ. ശരി, ഞാൻ പറഞ്ഞു വെച്ചേക്കാം. ആ ശരി സാറേ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ ഉള്ളത്. കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. നിങ്ങൾ വിഷമിക്കണ്ട. ശരി സാറേ. സുരേഷ്, വാടോ, ചായ കുടിക്കും. അയ്യോ വേണ്ട. ചായ കുടിക്കുമല്ലോ അല്ലേ? ആ, ചായ കുടിക്കും. എങ്കി വാടോ. മാസ്റ്റർ, ഒരു ലെമൺ ടീ. എന്താ സുരേഷേ, എന്നോട് വല്ല ദേഷ്യവും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാനെന്തിനു നിങ്ങളോട് ദേഷ്യപ്പെടണം? അല്ല, നിനക്ക് ജോലി വാങ്ങിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പക്ഷെ ഒന്നും വാങ്ങിച്ചു തന്നില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും? അങ്ങനെയൊന്നുമല്ല. നിങ്ങളും നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ശ്രമിക്കുന്നില്ലേ? സമയമാകുമ്പോ കിട്ടേണ്ടത് കിട്ടും. എല്ലാം നന്നായിട്ട് നടക്കും. ഞാനും ഇപ്പോൾ ഒരാളോട് ജോലിയെപ്പറ്റി സംസാരിച്ച് വരുന്ന വഴിയാ. അങ്ങനെ എങ്ങനെയെങ്കിലും തരപ്പെടുത്തി തരുമെന്ന് തോന്നുന്നു. മനുഷ്യരെ വിശ്വസിക്കല്ലേ. എന്നെയും ചേർത്താ ഞാൻ പറഞ്ഞത്. ദൈവത്തിനെ മാത്രം വിശ്വസിക്ക്. അദ്ദേഹത്തിന് മാത്രമേ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ദൈവത്തെയും വിശ്വസിക്കാം, ഇങ്ങനെയും വിശ്വസിക്കാം. ആരിലൂടെയാ നല്ലത് നടക്കാന്ന് നമുക്ക് നോക്കാം. ആ ചായ കുടിക്കേ, തണുത്തുകൊണ്ട. എന്താ സുരേഷ്, നീ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് രമേശ് പറഞ്ഞല്ലോ. അവനെ എന്തിനാ നോക്കുന്നേ? അവൻ പറഞ്ഞത് ശരിയല്ലേ? പറടാ, നീ ജോലി ഇല്ലാത്തോണ്ട് വിഷമിക്കുകയല്ലേ? ആ കാര്യം നീ പറ. ദേ നോക്ക് സുരേഷ്, നീ ചിന്തിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരോടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താ ജോലി കിട്ടാൻ പോകുന്നോന്ന്, അല്ലെങ്കിൽ ഇവരാരോടെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ജോലി വാങ്ങിച്ചു തരാൻ പോവാണോന്ന്. എന്തിനാ സമയം കളയുന്നേന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നും അല്ല ചേച്ചി. നിങ്ങൾ എന്തിനെങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നെന്ന് വെച്ചാ. ഞാനൊന്ന് പറയട്ടെ, സത്യം പറഞ്ഞ എന്നെ കൊണ്ട് നിനക്ക് ജോലി വാങ്ങിച്ചു തരാൻ പറ്റില്ല. നീ പ്രതീക്ഷിക്കുന്നത് പോലെ ആരോടും എനിക്ക് സംസാരിക്കാനും പറ്റില്ല. എങ്കിലും നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റും. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചാ തീർച്ചയായും നിനക്ക് ഒരു നല്ല ജോലി കിട്ടും സുരേഷ്. ഈ വർഷത്തിനായി കർത്താവ് എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്ക് എനിക്കും എന്റെ കുടുംബത്തിനും വലിയൊരു അനുഗ്രഹമായിരുന്നേ. അതേ വാക്ക് ഞാൻ നിന്നോടും പറയാം സുരേഷ്. രമേശ്, ഇത് സുരേഷിന് മാത്രമല്ല, നിനക്കും കൂടിയാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണേ. അതെന്ത് വാക്കാണെന്നോ? യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വചനം കർത്താവ് നമുക്കായി ബൈബിളിൽ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ അവന്റെ അടുക്കൽ പോയി എനിക്ക് എന്താണോ ആവശ്യം അത് ഞാൻ ചോദിക്കുമ്പോ അത് തീർച്ചയായും തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ നോക്ക് മക്കളെ, ഈ വർഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കർത്താവിനോട് ചെന്ന് ചോദിക്കണം. തീർച്ചയായും കർത്താവ് അത് നിങ്ങൾക്ക് തരും. എന്ത് ചോദിച്ചാലും തരുമോ? തീർച്ചയായും തരും സുരേഷ്. തരുന്നത് കൊണ്ടല്ലേ അവൻ പറയുന്നത്. ദേ നോക്ക്, നിനക്കിപ്പോ എന്താ വേണ്ടത്? ജോലിയില്ല, അതല്ലേ വേണ്ടത്? നിനക്കിപ്പോ ഒരു ജോലി കിട്ടിയാൽ നിനക്കത് സന്തോഷമായിരിക്കും. കർത്താവ് നിനക്ക് ജോലി തരില്ലെന്ന് എങ്ങനെയാണ് പറയുക? നീ പോയി അവനോട് ചോദിച്ചാൽ തീർച്ചയായും അവൻ തരും സുരേഷ്. നമ്മൾ എന്ത് ചോദിച്ചാലും തരുമോ? അതും ഞാൻ പറയാം, ശ്രദ്ധിക്ക്. ആദ്യം ഞാൻ ചോദിക്കുന്നത് അവന്റെ ഹിതമനുസരിച്ചുള്ളതായിരിക്കണം.
അവന് ഇഷ്ടമല്ലാത്തത് ചോദിക്കാൻ പാടില്ല. ഇപ്പോ നിനക്കൊരു ജോലി വേണം, ഇതവന് ഇഷ്ടമുള്ളതല്ലേ? നീ നന്നായിരിക്കണം, സന്തോഷമായിരിക്കണം, അതല്ലേ യേശു ആഗ്രഹിക്കുന്നത്. അപ്പൊ നിനക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. രണ്ടാമതായി, വിശ്വസിക്കണം. ഞാൻ ചോദിക്കുന്നത് യേശു തരും എന്ന് വിശ്വസിക്കണം. വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയേയില്ല, അത്ഭുതവും നടക്കില്ല. അതുകൊണ്ട് തന്നെ കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ വിശ്വാസത്തോടെ ചോദിക്കണം. ഞാൻ ചോദിച്ചിട്ടുണ്ട് ചേച്ചി, പക്ഷെ ഇത്രയും നാളും വിശ്വാസത്തോടെ ചോദിച്ചിട്ടില്ല ചേച്ചി. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചേച്ചി പറയുന്നത് കേട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്ക് ഒരിക്കലും ഇല്ലായിരുന്നു ചേച്ചി. വെറുതെ ഒരു പേരിന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചാ ചേച്ചി. പക്ഷേ ഇന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്താ എനിക്ക് മറുപടി കിട്ടാതിരുന്നതെന്ന്. സത്യമാണ്, നമ്മൾ ചോദിക്കുന്നത് നൽകാൻ യേശു തയ്യാറായിരിക്കുകയാണ്. പക്ഷെ അത് സ്വീകരിക്കാൻ നമുക്ക് വിശ്വാസം വേണം. ബൈബിളിൽ ഒരു വചനമുണ്ട്, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു എന്ന്. അപ്പോൾ വിശ്വാസത്തോടുകൂടി ഞാൻ ചോദിച്ചാൽ തീർച്ചയായും കിട്ടുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ സ്വന്തമാക്കാൻ കഴിയും. ചേച്ചി, ഇപ്പൊ എനിക്കൊരു വിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എന്റെ മനസ്സിനോട് പറയുന്നുണ്ട്. എന്റെ ജോലിയുടെ കാര്യത്തില് എന്റെ പ്രതീക്ഷ ഇനി ഞാൻ മനുഷ്യരിൽ വെക്കില്ല ചേച്ചി. ഇനി അത് ദൈവത്തിൽ മാത്രമായിരിക്കും. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും യേശുവിനെ വിശ്വസിക്കണം. അതേന്നേ, ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. നല്ല പെണ്ണാ, നല്ല കുടുംബവും. അതെയോ? എവിടുന്നുള്ളതാ? ഇവിടെ അടുത്ത് തന്നെയാ, മാവൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തില്. അച്ഛൻ ഗവൺമെന്റ് ബസ് ഡ്രൈവറാ, അമ്മ ടീച്ചറും, പെണ്ണ് ഗവൺമെന്റ് സ്റ്റാഫാ. ഗവൺമെന്റ് സ്റ്റാഫാണോ? അതേന്നേ, പോസ്റ്റ് ഓഫീസിലാ വർക്ക് ചെയ്യുന്നേ. നമ്മുടെ ചെക്കന് പറ്റിയ കുടുംബാ. ഫോട്ടോ ഉണ്ടോ? ആ, ഉണ്ടെന്നേ. ഇതാണ് പെണ്ണിന്റെ ഫോട്ടോ. പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, സുന്ദരി കുട്ടി. പേരെന്താ? വേദിയ. വേദിയ അല്ലേ? നല്ല പേര്. അപ്പൊ സംസാരിച്ചു നോക്കാം. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്തു പ്രശ്നമാ? പെണ്ണിന്റെ വീട്ടുകാര് ക്രിസ്ത്യാനികളാ. ക്രിസ്ത്യാനികളാണെന്നോ? ഇതാണോ ചെറിയ പ്രശ്നം? ഇന്നാ ഈ ഫോട്ടോ പിടിക്ക്, നിങ്ങൾ പൊയ്ക്കോ. എന്താ നോക്കുന്നേ? പൊക്കോളാനല്ലേ പറഞ്ഞേ? പ്രിയമുള്ളവരെ, ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? അടുത്തതായി സഹോദരി ജോയ്സ് ലാസറസ് അവർകൾ ഈ വർഷത്തിനായുള്ള വാഗ്ദത്ത സന്ദേശം നിങ്ങൾക്ക് നൽകി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ദൈവം ഇന്ന് ഈ പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷം മുഴുവനും ദൈവം നമ്മെ സംരക്ഷിച്ചു. കണ്ണിലുണ്ണി പോലെ നമ്മെ സംരക്ഷിച്ച കർത്താവിന് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നാം നമ്മുടെ നന്ദി അറിയിക്കേണ്ടതാണ്. ഈ പുതിയ വർഷം നമുക്ക് നൽകിയ കർത്താവിനും നന്ദി പറയേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോടുകൂടി സംസാരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മത്തായി 7:7 നോക്കുകയാണെങ്കിൽ കർത്താവ് വാക്ക് നൽകുകയാണ്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന്, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന് കർത്താവ് വാക്ക് തന്നിരിക്കുകയാണ്.
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നമുക്ക് വാക്ക് തന്നിരിക്കുകയാണ്. അവൻ വാക്ക് മാറാത്തവനാണ്. അവൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കുമോ? ദൈവം പറഞ്ഞാൽ പറഞ്ഞതാണ്. ദൈവം തന്ന വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. നാം പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം, നമ്മുടെ കുടുംബത്തിൽ നിറവേറണം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിറവേറണം, നമ്മുടെ ജോലിയിൽ നിറവേറണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കർത്താവിന്റെ വാഗ്ദത്തം നിറവേറണമെന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കായി തന്നിരിക്കുന്ന വാഗ്ദത്തം നമ്മോട് സംസാരിച്ച് നമ്മെ ശരിയായ പാതയിലൂടെ വഴി നയിക്കും. ഈ നവവത്സരത്തിൽ കർത്താവ് പല പുതിയ അവസരങ്ങളും തന്ന് പുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കും. ഒരുപക്ഷെ വീട് പണിയാനായി നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീട് പണി തുടങ്ങിക്കാണും. ആ പണി പകുതിയിൽ വെച്ച് നിൽക്കുകയായിരിക്കാം. ആ പണി തീർക്കാനായി കുറെ പണം ആവശ്യമുണ്ട്. അതുപോലെ മക്കളുടെ വിവാഹ കാര്യങ്ങൾ നടക്കണം. മക്കളുടെ വിവാഹ കാര്യത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വാഗ്ദത്തം അനുസരിച്ച് അവനത് നിറവേറ്റിത്തരും. മത്തായി 15-ാം അധ്യായം 22-ാം വചനം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കനാന്യ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വരുന്നു. ആ കനാന്യ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്ന്, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൾക്കൊരു മോചനം വേണം. അവൾക്ക് സ്വാതന്ത്ര്യം നൽകണേ കർത്താവേ. ദുഷ്ടനായ പിശാചിന്റെ പിടിയിൽ അവൾ അകപ്പെട്ടിരിക്കുകയാണ്. അവൾ വന്ന്, കർത്താവെ, എന്നെ സഹായിക്കണേ എന്ന് പറയുന്നു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർ വന്ന് പറയുന്നു, അവൾ, ആ കനാന്യ സ്ത്രീ നമ്മുടെ പിറകെ നിലവിളിച്ചുകൊണ്ട് വരികയാണ്, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അവൾ കനാന്യ സ്ത്രീയാണ്. യേശുവിനെക്കുറിച്ച് അവൾക്കൊന്നും തന്നെ അറിയില്ല. എന്നാൽ അവൾ യേശുവിനെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. തന്റെ മകൾക്കൊരു സ്വാതന്ത്ര്യം വേണം, അവളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്ന് പറഞ്ഞ് യേശുവിനെ തേടി വന്നിരിക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് അപേക്ഷിക്കുന്നു, നിലവിളിക്കുന്നു. അപ്പോൾ കർത്താവ് ഉത്തരമൊന്നും പറയുന്നില്ല. അവൾ യേശുവിനോട് അപേക്ഷിക്കുന്നു, എന്റെ മകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന്. അപ്പോൾ കർത്താവ് പറയുന്നു, യേശുവിന്റെ മക്കൾ അല്ലാത്തവർക്ക് എനിക്ക് എന്റെ അനുഗ്രഹം നൽകാൻ പറ്റില്ല. നീ ആദ്യം യേശുവിന്റെ മകളായി മാറണം, എന്റെ മകളായി തീരണം. പാപജീവിതം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടണം. എന്റെ മകളായി നീ മാറുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും എന്ന് കർത്താവ് കനാന്യ സ്ത്രീയോട് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, ശരിയാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. തന്നെ ഒരു നായ്ക്കുട്ടിയായി ദൈവം മുൻപാകെ തന്നെത്താൻ താഴ്ത്തി സ്വയം സമർപ്പിക്കുന്നു. തന്റെ പാപജീവിതം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടു, യേശുവിന്റെ മകളായി മാറുന്നു. അവൾ അങ്ങനെ ചെയ്തു. അവൾ ഉടനെ യേശുവിന്റെ മകളായി തീർന്ന ഉടനെ അവളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. ദുഷ്ടനായ പിശാചിന്റെ പിടിയിലകപ്പെട്ടിരുന്ന മകൾക്ക് കർത്താവ് സ്വാതന്ത്ര്യം നൽകി. മത്തായി 15-ാം അധ്യായം 28-ാം വചനം നാം വായിച്ചു നോക്കിയാൽ, യേശു അവളോട്, സ്ത്രീയെ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്യുന്നതാണ്. ആ കനാന്യ സ്ത്രീ സ്വയം താഴ്ത്തി കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു. അവൾ അത്ഭുതം സ്വന്തമാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കനാന്യ സ്ത്രീയെ പോലെ കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകളായ നമ്മുടെ ജീവിതത്തിലായാൽ പോലും താഴ്മയും വിനയവും വേണം. നമ്മുടെ കർത്താവ് സ്വയപ്രതാപത്തെ ഇഷ്ടപ്പെടാത്ത ദൈവമാണ്. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവമാണ്. ദൈവം മുൻപാകെ നാം താഴ്ത്തണം. ഒരുപക്ഷെ നിങ്ങൾ കർത്താവിന്റെ മക്കൾ അല്ലായിരിക്കാം. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ യേശുവിന്റെ മക്കളായി തീരണം. ആദ്യം നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കണം. നിങ്ങൾ കർത്താവിന്റെ മക്കളായി ജീവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്ന ഓരോ കാര്യത്തിലും കർത്താവ് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. പ്രാർത്ഥന കേൾക്കുമെന്ന് മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരവും നൽകും. മുൻപൊരിക്കൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരമ്മ തന്റെ മകളെയും കൂട്ടി വന്നിരുന്നു. ഞാൻ അവരെ ഇങ്ങനെ ഉറ്റുനോക്കി. ആ മകൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്തിനാണ് ഈ മകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകളെ ഒരു ചൊറിച്ചിൽ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും എന്റെ മകൾ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ചൊറിഞ്ഞ് ചോര വരികയാണ്. ഞാനും അവളുടെ ദേഹത്ത് അത് ശ്രദ്ധിച്ചു.
ചൊറിഞ്ഞിട്ട് ആ മകൾക്ക് നല്ല വേദനയുണ്ട്. പിശാച് ആ കൊച്ചുകുട്ടിയെ തൊട്ട് ആ കുട്ടിക്ക് ചൊറിച്ചിലിന്റെ അസുഖം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ അമ്മയോട് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ തിരക്കി. സിസ്റ്റർ, എന്റെ ഭർത്താവ് അടുത്തുള്ള ക്ഷേത്രത്തിലൊരു പൂജാരിയാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞു, നീ മകളെയും കൂട്ടി പ്രാർത്ഥിക്കാനായി പോ, ഇവിടെ പ്രാർത്ഥിക്കാൻ വരാനായിട്ട് പറഞ്ഞയച്ചതാണ്. ഞാൻ അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിനെ കുറിച്ച് പറയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. യേശു എന്റെ മകളുടെ ഈ ചൊറിച്ചിലിന്റെ അസുഖം സൗഖ്യമാക്കണം. എന്റെ മകള് വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാച് എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു അസുഖം വരുത്തിവെച്ച് അവളെ വേദനിപ്പിക്കുകയാണ്. കരച്ചിലാണ്, ഉറങ്ങുന്നില്ല, രാത്രി ഉറക്കമേ ഇല്ല, കണ്ടിട്ട് വിഷമം തോന്നുകയാണെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം നമ്മെ പിന്തുടർന്നു വരും. പാപം നമ്മുടെ ശരീരത്തിൽ വ്യാധി കൊണ്ടുവരും. ആ മകളാണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ യേശുവിന് ജീവിതം സമർപ്പിക്കണം. നിങ്ങൾ അവന്റെ മക്കളായി തീരണം. ആ കുട്ടിയുടെ അമ്മയും അപ്പനും ചെയ്ത പാപം അവൾക്കൊരു ശാപമായിട്ട് മാറും. അതാണത്. പാപജീവിതം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടണം, യേശുവിന്റെ മക്കളായി മാറണം എന്ന് പറഞ്ഞ് ഞാൻ ആ അമ്മയെ ഉപദേശിച്ചു. ആ അമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ദുഃഖത്തോടുകൂടി കർത്താവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞയച്ചു. ഒരു കനാന്യ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്നു. സ്വന്തം മകളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വന്നു. കർത്താവിനോട് യാചിച്ചു. അവളുടെ പാപം ക്ഷമിക്കപ്പെട്ടു. അവളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, രക്തസ്രാവം കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. ചൊറിച്ചിലിന്റെ അസുഖം കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. നിങ്ങൾ ആരായിരുന്നാലും കർത്താവിനോട് അപേക്ഷിക്കുക. കർത്താവേ, ഈ വ്യാധി എന്നെ വിട്ടൊഴിഞ്ഞു പോകട്ടെ കർത്താവേ, അങ്ങനെയൊരു അത്ഭുതം ചെയ്യണേ എന്ന് യാചിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നടക്കും. ഈ വർഷം നിങ്ങൾക്ക് കർത്താവ് പുതിയ പല അനുഗ്രഹങ്ങളും തരും. പുതിയ അനുഗ്രഹങ്ങൾ അവൻ നൽകും. നന്മയുള്ള കാര്യങ്ങൾ സാധ്യമാക്കി തരും. അതാണ് അവൻ പറയുന്നത്, യാചിപ്പിൻ, യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ യാചിക്കുന്നത് ആ കാര്യത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, മാർക്കോസ് 10-ാം അധ്യായത്തിൽ നാം നോക്കുകയാണെങ്കിൽ മാർക്കോസ് 10:52 യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു എന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ബർത്തിമായി എന്ന കുരുടനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവനവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു ഭിക്ഷക്കാരനായിരുന്നു. അവന് കാഴ്ചശക്തിയില്ല. ആ സമയത്താണ് അവൻ യേശുവിനെ കുറിച്ച് അറിയുന്നത്. അവൻ യേശുവിന്റെ അടുക്കൽ വരുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന് വിളിക്കുന്നു, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എനിക്ക് കാഴ്ചശക്തി നൽകണേ എന്ന് അവൻ യാചിക്കുന്നു. കർത്താവ് അവനോട്, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? റബ്ബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച വേണം എന്ന് വിശ്വാസത്തോടെ കർത്താവിനോട് യാചിക്കുന്നു. വിശ്വാസത്തോടുകൂടി നാം കർത്താവിനോട് യാചിക്കണം. നാം യാചിക്കുമ്പോൾ നമുക്ക് അവനത് നൽകും. ദൈവം എനിക്ക് ഉത്തരം നൽകും, എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ യാചിക്കുമ്പോൾ അത്ഭുതം നടക്കും. അങ്ങനെ ബർത്തിമായിയുടെ ജീവിതത്തിലും അത്ഭുതം നടന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? കർത്താവേ, എന്റെ 2 കണ്ണുകൾക്കും കാഴ്ച വേണം. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്നവൻ കർത്താവിനോട് യാചിക്കുന്നു. യേശു അവനോട്, നിന്റെ വിശ്വാസം പോലെ കാഴ്ച പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, കണ്ണിൽ പ്രശ്നത്തോടുകൂടിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിലുള്ള ഞരമ്പുകൾ ബാധിക്കപ്പെട്ട് ഉറക്കമില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുകയാണോ? കർത്താവിനോട് അപേക്ഷിക്കുക. നിങ്ങളുടെ കണ്ണുകളിലെ ഞരമ്പുകളിൽ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. പ്രവർത്തിക്കാത്ത ഞരമ്പുകൾ തീർച്ചയായും പ്രവർത്തിക്കും. കാഴ്ചശക്തിയില്ലാത്ത കണ്ണുകളിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങി വരും. കർത്താവെ, അങ്ങ് എനിക്കൊരു അത്ഭുതം ചെയ്യണേ കർത്താവെ, അങ്ങെനിക്ക് ചെയ്യണേ എന്ന് യാചിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ കണ്ണുകളെ തൊടും. അത്ഭുതം നടക്കും. മത്തായി 8:6 ഒരു ശതാധിപനെ കുറിച്ച് പറയുന്നുണ്ട്. അയാളുടെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനിക്കുകയായിരുന്നു. അപ്പോൾ ആ ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വരുന്നു. വന്നപേക്ഷിക്കുകയാണ്, കർത്താവെ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനിക്കുകയാണ്. കർത്താവെ, അവനെ സൗഖ്യമാക്കണേ കർത്താവെ, അവന് ആരോഗ്യം നൽകണേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. അപ്പോൾ കർത്താവ് അയാളോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവെ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ അത്രയ്ക്ക് പരിശുദ്ധനല്ല, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവെ, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ
എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടുകൂടി കർത്താവിനോട് അയാൾ പറയുന്നു. അപ്പോൾ യേശു, നീ പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ ശതാധിപന്റെ വിശ്വാസം കർത്താവ് ശ്രദ്ധിച്ചു. അങ്ങനെ പക്ഷവാതം ബാധിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ബാല്യക്കാരന് അത്ഭുത സൗഖ്യം നൽകി. എന്റെ പ്രിയമുള്ളവരെ, ഡോക്ടർമാർ ഒരുപക്ഷെ നിങ്ങളെ കൈവെടിഞ്ഞിരിക്കാം. മന്ത്രവാദികളോ ആഭിചാരമോ കാരണം നിങ്ങളുടെ കുടുംബം കഷ്ടപ്പെടുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ ജീവിതം തന്നെ വഴിയാധാരമായിരിക്കാം. മക്കളുടെ പഠിത്തത്തിൽ മന്ദനില ഒരുപക്ഷെ കാണപ്പെടുന്നുണ്ടായിരിക്കാം. എന്തു തന്നെ ആയിരുന്നാലും യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരും, അത്ഭുതം നടക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. നിങ്ങൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവ് അനുഗ്രഹം കൽപ്പിച്ചരുളും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നന്മയുള്ള കാര്യങ്ങൾ കർത്താവ് നടത്തിത്തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം കർത്താവ് പുതിയ പല അനുഗ്രഹങ്ങളും തന്ന് നിങ്ങളെ അതിശയകരമായി വഴി നയിക്കും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങ് തന്ന വാഗ്ദത്തത്തിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വാഗ്ദത്തമനുസരിച്ച് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണേ. കർത്താവെ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണേ. കർത്താവെ, ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണേ. കർത്താവെ, നന്മ നിറഞ്ഞ കാര്യങ്ങൾ നടക്കുമാറാകട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. പോരാട്ടമില്ലാതാകട്ടെ. ദുഷ്ടനായ പിശാച് കുടുംബത്തിനെതിരെ നിൽക്കാത്ത വിധം അങ്ങയുടെ അപാരമായ ശക്തിയാൽ കുടുംബത്തിനുള്ളിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. കർത്താവെ, എല്ലാ ശാപങ്ങളും, ശാപത്തിന്റെ എല്ലാ ദുഷ്ടശക്തികളും യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ. കർത്താവെ, കർത്താവെ, കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന പിശാചിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ. കുടുംബത്തിൽ വ്യാധികളെ കൊണ്ടുവന്ന് ബലഹീനതയുണ്ടാക്കുന്ന ആത്മാവുകൾ, തളർച്ചയുടെ ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകുമാറാകട്ടെ. കർത്താവെ, യേശുവേ, ഈ വർഷമെങ്കിലും കർത്താവെ ഇവർക്കൊരു ഗർഭഫലം നൽകി എന്റെ കണ്ണുനീർ തുടയ്ക്കുകയില്ലേ, എന്റെ ദുഃഖം അങ്ങ് അകറ്റുകയില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളോട് മനസ്സലിവ് തോന്നണേ. കർത്താവെ, യേശുവെ, ഗർഭപാത്രത്തിൽ കാണപ്പെടുന്ന മുഴകളെല്ലാം മാറട്ടെ. കർത്താവെ, കർത്താവെ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഗർഭപാത്രത്തിൽ കാണപ്പെടുന്ന എല്ലാ മുഴകളും യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഗർഭപാത്രത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ട്യൂബിൽ കാണപ്പെടുന്ന തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, കർത്താവെ, എനിക്കൊരു അത്ഭുതം ചെയ്യണേ. ഒരു ഗർഭഫലം നൽകി എന്നെ അനുഗ്രഹിക്കണേ. എന്നെ സന്തോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളോട് കരുണ തോന്നി ഗർഭത്തെ അങ്ങ് തൊടയണമേ. ഗർഭം ധരിക്കാനാവാതെ തടസ്സം നിൽക്കുന്ന ദുരാത്മാവുകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഈ മക്കൾ അനുഗ്രഹം കണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. കർത്താവെ, അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് തിരികെ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ഈ മക്കൾ പ്രാർത്ഥനയുടെ ആത്മാവിനാലും അപേക്ഷയുടെ ആത്മാവിനാലും നിറയുമാറാകട്ടെ. പ്രാർത്ഥിക്കട്ടെ, അനുഗ്രഹം സ്വീകരിക്കട്ടെ. അങ്ങയുടെ സാക്ഷികളായി ഇവർ നിൽക്കട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ വാഗ്ദത്ത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.